ഇന്നോവേഷൻ എഫക്റ്റീവായി ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഒരു കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ നമുക്ക് മേലേക്ക് കൊണ്ടുവരാൻ പറ്റി. കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ലേശം കൂട്ടിയാലും അവിടെ നമുക്ക് കസ്റ്റമർ നമ്മളെ വിട്ടു പോകുന്നില്ല. അങ്ങനെ വാല്യൂ ചെയിൻ അനാലിസിസിലൂടെ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ്, അതായത് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ അവർ ബിസിനസ്സിൽ എക്സലൻസ് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു. എക്സലൻസ് വന്നപ്പോൾ അവരുടെ ലീഡേഴ്സ് മുഴുവനും കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്നോവേഷൻ എവിടെയൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തത് എന്ന് നോക്കിയപ്പോൾ പ്രോസസ്സിൽ അവർ ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസിൽ അവർ ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് മോഡൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ബിസിനസ്സിൽ ഇൻസൈഡ് ദ ബിസിനസ്സിൽ എപ്പോഴും അഴിച്ചുപണികൾ നടന്നതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഒരു മാർജിനും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മൾ മാതൃകയാക്കേണ്ട അതുപോലെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒത്തിരി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ സാറ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എങ്ങനെ പോകണം, ഏത് മോഡലിൽ പോകണമെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നന്നായി പ്രവർത്തിക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്കെടുക്കാം. ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് ജ്വല്ലറി ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ വാച്ചസ് വേറൊരു ഭാഗമാണ്. പിന്നെ IVS വേറൊരു ഭാഗമാണ്. ഇന്ന് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. നല്ലതുപോലെ റവന്യൂ ഇയർ ബൈ ഇയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിന് ഏകദേശം കൺസിസ്റ്റൻ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റവന്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ നെറ്റ് പ്രോഫിറ്റും കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്തെപ്പറ്റി നന്നായി ഒന്ന് ചിന്തിച്ച് അതൊന്ന് അനലൈസ് ചെയ്ത് വന്നപ്പോൾ, അതായത് ജ്വല്ലറി ബിസിനസ്, വാച്ച് ബിസിനസ്, IVR ബിസിനസ്, 3 എന്താണ് ഇവർ ഒരു ഇയർ ബൈ റവന്യൂ കൂട്ടാൻ പറ്റിയത്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാർജിൻ എങ്ങനെയാണ് ഇവർക്ക് ഏകദേശം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ കഴിഞ്ഞത്, അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് റവന്യൂവിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് മേലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്, നല്ല ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ബോധ്യം വന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. ഒന്ന്, അവരുടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുന്നതിന് നല്ലപോലെ പരിശ്രമിച്ചു. ആ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരൊരു സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്തു. അതായത് ആരൊക്കെ ഈ കസ്റ്റമറുടെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്തോ, ആ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് ഇവർ വെൽക്കം ചെയ്യാൻ തുടങ്ങി. സ്വന്തം സ്ഥാപനത്തിൽ നിന്നും പുറത്തുനിന്നും ഇവർ വെൽക്കം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ധാരാളം ഐഡിയ വന്നു. ഈ ജനറേറ്റ് ചെയ്ത ഐഡിയ അവർ സിലക്ട് ചെയ്തു. ആ സിലക്ട് ചെയ്ത ഐഡിയ വീണ്ടും അവർ നന്നായി ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്തു. അതിനുശേഷം അവർ ഇവരുടെ സ്ഥാപനത്തിൽ ചെറുതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് സ്കെയിലപ്പ് ചെയ്തു വന്നു. ഇതൊരു ഇന്നോവേഷൻ്റെ ഭാഗമാണ്. ഇന്നോവേഷൻ്റെ ഒരു സ്റ്റേജും അങ്ങനെയാണ്. അതായത് ഒരു ഐഡിയ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് ബിസിനസ്സിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഒരു വാല്യൂ ചെയിൻ അനാലിസിസിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അത് അതേ ലെവലിൽ നിർത്തുക, പകരം സെല്ലിംഗ് പ്രൈസ് നമുക്ക് മേലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ കോസ്റ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിർത്താൻ കഴിയുകയും സെല്ലിംഗ് പ്രൈസ് നമുക്ക് അല്പം മേലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുകയാണ് എങ്കിൽ മാർജിൻ ഗ്യാപ്പ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം മാർജിൻ ഗ്യാപ്പിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് ഇന്നോവേഷൻ എഫക്റ്റീവായി ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഒരു കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ
കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ നമുക്ക് മേലേക്ക് കൊണ്ടുവരാൻ പറ്റി. കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ലേശം കൂട്ടിയാലും അവിടെ നമുക്ക് കസ്റ്റമർ നമ്മളെ വിട്ടു പോകുന്നില്ല. അതെ 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 ഈ വാല്യൂ ചെയിൻ അനാലിസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അത് നല്ല ടീം അവരിൽ വർക്ക് ചെയ്തു എന്നതാണ് ഞങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ വാല്യൂ ചെയിൻ അനാലിസിസിലൂടെ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ്, അതായത് പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ അവർ ബിസിനസ്സിൽ എക്സലൻസ് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു. എക്സലൻസ് വന്നപ്പോൾ അവരുടെ ലീഡേഴ്സ് മുഴുവനും കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നും അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റും അവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ആ ഒരു രീതിയിൽ ഇന്നോവേഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നോവേഷൻ എവിടെയൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തത് എന്ന് നോക്കിയപ്പോൾ പ്രോസസ്സിൽ അവർ ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസിൽ അവർ ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് മോഡൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ബിസിനസ്സിൽ ഇൻസൈഡ് ദ ബിസിനസ്സിൽ എപ്പോഴും അഴിച്ചുപണികൾ നടന്നതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും അതുപോലെ തന്നെ ഒരു മാർജിനും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈറ്റാൻ കമ്പനീസ് ലിമിറ്റഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള കല്യാൺ ജ്വല്ലേഴ്സും ചെയ്തു ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട്. ഇതേപോലെ തന്നെ അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിനും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും വോളിയം ഗ്രോത്തും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. വേറൊരു ഓർഗനൈസേഷൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് വി-ഗാർഡാണ്. അവരും അതേപോലെ തന്നെ ആ സൈഡിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മാനുഫാക്ചറിങ് സൈഡ് അല്ലാതെ കോൺട്രാക്റ്റിംഗ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ജയകുമാർ ഇൻഫ്രാ പ്രോജക്റ്റ്, അവരും കോൺട്രാക്റ്റിംഗ് ഫീൽഡിലാണ്. അവരും നല്ല ഭംഗിയായിട്ട് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും നെറ്റ് പ്രോഫിറ്റും വോളിയം ഗ്രോത്തും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂ സ്റ്റാർ എന്ന ഒരു എയർ കണ്ടീഷനിങ് കമ്പനി, എയർ കണ്ടീഷണറുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻ ചെയ്യുന്ന എയർ കണ്ടീഷനിങ് ഫങ്ഷനും കോൺട്രാക്റ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ വളരെ ഭംഗിയായിട്ട് ഈ ഓപ്പറേറ്റിംഗ് റവന്യൂ ഗ്രോത്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമ്പിളാണ്. നല്ല കമ്പനികൾ നല്ല ഇന്നോവേഷൻ കൊണ്ടുവന്ന് നല്ല പോളിസീസ് അഡോപ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ വോളിയം ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വോളിയം ഗ്രോത്തിന് പ്രൊപ്പോർഷനേറ്റായിട്ട് നെറ്റ് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ടീമിന് അത് കഴിയുമെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലും ഈ രീതിയിലുള്ള ചെറുതല്ല വിട്ടുവീഴ്ചയില്ലാത്ത ചില തീരുമാനങ്ങളും ഇന്നോവേഷൻ പോളിസീസും നമുക്ക് കൊണ്ടുവന്നാൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒരു ഹൈ ലെവലിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ്.